ഹലോ, എല്ലാവർക്കും വീണ്ടും അമ്മയുടെ അറിവുകളിലേക്ക് സ്വാഗതം. ഞാൻ എൻ്റെ ചെടിത്തോട്ടം ഒന്ന് പരിചയപ്പെടുത്താം. എനിക്കറിയാം എല്ലാവരും ദുരന്ത വാർത്തകൾ കേട്ട് വിഷമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കണ്ണിന് കുളിർമേകുന്ന കുറച്ച് പൂക്കളും മനസ്സിന് അല്പം ആശ്വാസം കിട്ടുമെങ്കിൽ നന്നായിരിക്കുമല്ലോ. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ നടുന്നത് എന്നുള്ള ചെറിയ ചെറിയ ടിപ്പുകളും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇത് ഹൈഡ്രാഞ്ചിയ. ഇതെല്ലാ വർഷവും ഇവിടുത്തെ തണുപ്പ് കാലത്തെ അതിജീവിച്ച് സമ്മറാകുമ്പോൾ ഇങ്ങനെ വിടർന്ന് വിലച്ച് നമ്മൾക്ക് കണ്ണിന് നല്ല കാഴ്ച നൽകും. അത് പല കളർ നിൽക്കുന്നത് ഈ ഹൈഡ്രാഞ്ചിയ യങ്, പിന്നെ കുറച്ച് ഓൾഡർ, പിന്നെ ടു ഓൾഡ്, പിന്നെ ഒരുപാട് വയസ്സാകുമ്പോൾ അതിങ്ങനെ ഉണങ്ങി നിൽക്കും. പക്ഷേ ഈ ചെടിയിൽ നിന്നും വിട്ടു പോകത്തില്ല കേട്ടോ. അപ്പോൾ നമ്മളത് മുറിച്ച് മാറ്റിയാലാണ് പിറ്റേ വർഷം പുതിയ ബഡ്സും പുതിയ കുറേ ശാഖകളും ഉണ്ടാവുകയുള്ളൂ. പിന്നെ ഇത് എൻ്റെ ഒരു ചെമ്പരത്തിയാണ്. അത് മുട്ടുകളായിട്ടുള്ളൂ, വിരിയാൻ പോകുന്നേ ഉള്ളൂ. ഇതും ഇവിടുത്തെ തണുപ്പിനെയൊക്കെ അതിജീവിക്കും. എത്ര -15 വരെയൊക്കെ ഇത് പോകും. പക്ഷേ അപ്പോൾ കൊമ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടുത്തെ ചൂട് കാലം വരുമ്പോൾ വീണ്ടും ഇതെല്ലാം അങ്ങനെ വിടർന്നു വരും. ഇതിലൊരു പിങ്ക് ആൻഡ് വൈറ്റ് മിക്സ് പൂവാണത്, വിരിയാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ ഗ്ലാഡിയോല നിങ്ങൾക്ക് നാട്ടിലും വളരെ സുപരിചിതമാണല്ലോ. എൻ്റെ മൾട്ടി കളറാണ്, ഒരു ഇതിൽ തന്നെ 2 കളറ്. പിന്നെ പീച്ച് റോസസ് ആൻഡ് പിങ്ക് റോസസ്, പിന്നെ ഈ ഡാർക്ക് പീച്ച് റോസ് വിരിയാൻ പോകുന്നേ ഉള്ളൂ. ഇത് വൈറ്റ് ചെമ്പരത്തിയാണ്, പക്ഷെ അത് വിരിഞ്ഞിട്ടില്ല ഇതുവരെ. പിന്നെ എൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് ഓഫ് ഗ്ലാഡിയോലസാണിത്. ഇത് പർപ്പിള്, ഇത് യെല്ലോ, പിന്നെ ഇത് പിങ്ക് റോസ്. ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കളറാണ്. ഇത് ഗ്ലാഡിയോല തന്നെ, വേറൊരു റാണി പിങ്ക് എന്നൊക്കെ പറയില്ല, ആ കളറാണ്. അത് വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് എൻ്റെ ചെമ്പരത്തി. അതെനിക്ക് 3 കളേഴ്സ് ചെമ്പരത്തി ഉണ്ട്. ഇതിൽ ഈ ബ്ലൂ ചെമ്പരത്തിയാണ് ഏറ്റവും ഭംഗിയാണ്. ഇത് ഒത്തിരി മുട്ടുകൾ ഉണ്ടാവുകയും ചെയ്യും, വിരിയുകയും ചെയ്യും. അതുമാത്രമല്ല ഇത് ഈ ബീസിനെയൊക്കെ ആകർഷിക്കും. അപ്പോൾ ഒത്തിരി പോളിനേഷനും കാര്യങ്ങൾക്കൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒത്തിരി ബീസ് വന്നിവിടെ ഇരിക്കുന്നതും ഇതിൻ്റെ തേൻ നുകരുന്നതും. അവർ ഇതിൽ 2-3 ബീസുണ്ട്. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ഇവർ ഈ ചെടികളിലൊക്കെ ഇരുന്ന് സന്തോഷമായിട്ട് പോകുന്നു. ഇത് ഇവിടെ എന്തിനു പറയുന്നതിന്, അപ്പം ഇങ്ങനത്തെ ചെടികളൊക്കെ നട്ട് വളർത്തിയാലാണ് നമ്മൾക്ക് പച്ചക്കറികൾക്കൊക്കെ പോളിനേഷനൊക്കെ നടക്കുകയുള്ളേ. നമ്മളങ്ങനെയും ഉള്ള ചെടികളും വെച്ച് കൊടുക്കണം. ഓക്കെ, ഇതിനെ വണ്ടർ ബി, ബബിൾ ബി സംതിങ് അങ്ങനെയാണ് പറയുന്നത്. എക്സാക്റ്റ് പേര് എനിക്കറിയില്ല. പക്ഷേ ഇതാരും കുത്തത്തൊന്നുമില്ല. നിരുപദ്രവകാരിയായ ഒരു എൻവയറമെൻ്റൽ ഫ്രണ്ട്ലി ആയ ഒരു നല്ല ജീവിയാണ്. ഇത്ര സന്തോഷത്തോടെ അവിടെ ഇരുന്ന് തേനൊക്കെ കുടിക്കുന്നത്. ഓക്കെ, പിന്നെ ഇതൊരു ആപ്പിൾ മരമാണ്. ആക്ച്വലി ഞങ്ങൾ വെട്ടി നിർത്തിയത്. ഒരു ആപ്പിളിൻ്റെ കുരു വീണ് മുളച്ച് വന്നതാണ്. ഇതുണ്ടാകുന്ന ആപ്പിൾ നമുക്ക് കണ്ടറിയണം. പിന്നെ ഇത് ഒരു നമ്മുടെ ലെവൻഡർ പ്ലാന്റ് കഴിഞ്ഞ വർഷം ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ പൂക്കളെല്ലാം ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് കാലാകാലത്തോളം സൂക്ഷിക്കാൻ ഒരിക്കലും അത് ഡ്രൈ ആയി പോകത്തില്ല. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഗാർഡൻ ഒരു സൈഡ്. പിന്നെ ഞങ്ങളുടെ കാർ പാർക്ക്. പിന്നെ ഈ സൈഡിൽ ക്രിസ്മസ് ട്രീ ഞങ്ങൾ ഇവിടെ വീട് വാങ്ങിച്ചപ്പോൾ നട്ടതാണ്. അത് തന്നെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇതുമ്പോൾ തൊട്ട നല്ല ഷാർപ്പാട്ടോ. നല്ല മുള്ളു പോലെയാണ്. പക്ഷെ അത് തണുപ്പിനൊക്കെ അതിജീവിക്കുന്ന ചെടികളാണ്. അത് നമ്മൾ ചെടി വാങ്ങിക്കുമ്പോൾ UK-യിലുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ കോൾഡ് കൺട്രീസിലുള്ളതാണെങ്കിൽ -15 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് സർവൈവ് ചെയ്യുമെന്നാണ് കാണിക്കുന്നത്. ഈ വൈറ്റ് ചെടി അങ്ങനെ സർവൈവ് ചെയ്യും. അതുപോലെ നമ്മുടെ ലെവൻഡർ എല്ലാം രക്ഷപ്പെടും. ഈ ചെടികളൊക്കെ അങ്ങനെ രക്ഷപ്പെട്ട് പിറ്റേ വർഷത്തേക്ക് ഉണ്ടായി വരുന്നതാണ്. ഇത് പ്യൂട്ടോണിയ എന്ന് പറയുന്ന ചെടിയാണ്. പല കളേഴ്സുണ്ട്. ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റിന് വെക്കാൻ ഒത്തിരി നല്ലതാണ്. കാരണം ഇങ്ങനെ ഹാങ് ചെയ്ത് ഓരോ പൂവ് ഉണ്ടായി കഴിയുമ്പോഴും ആ പൂവ് വാടുമ്പോൾ നമ്മൾ എടുത്ത് കളഞ്ഞ് അവിടെ അടുത്ത ബ്രാഞ്ച് ഉണ്ടാവും. അങ്ങനെ നന്നായി ഉണ്ടായി വരും. ഇത് ഡാലിയ. പിന്നെ നമ്മുടെ നാട്ടിലെ സീനിയ പോലത്തെ ഒരു പൂവാട്ടോ ഇത്, സീനിയ. പിന്നെ ഇതൊരു പുതിയ റോസ്, എനിക്ക് ഈ വർഷം ഉണ്ടായതാണ്. റെഡ് റോസ് ഫസ്റ്റ് പൂവാണ്. പക്ഷെ നല്ല ഷേപ്പുള്ളൊരു പൂവാണ്. അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ പൂ പോലെ ചെടി പോലെ തോന്നും. അതും ഉണ്ടായി വരുന്നുണ്ട്. അത് ഈ ചെറിയ ചെടികളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പുറത്ത് നടുമ്പോൾ നല്ല പൂവായിട്ട് കിട്ടും. പിന്നെ ജർമേനിയം സംതിങ് ആണ് ഇതിൻ്റെ പേര്. ഇത് ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് എനിക്ക്. അത് ചിലപ്പോൾ തണുപ്പിൽ അതിജീവിക്കും, അല്ലെങ്കിൽ അത് ചത്തുപോകും, ഡിപ്പെൻസ്. ഇത് ഡയാന്തസ് എന്ന് പറഞ്ഞ ചെടിയാണ്. അവിടെ വൈറ്റ് കാണിച്ചില്ല, അതിൻ്റെ തന്നെ ഇതിപ്പോൾ ഒരു പിങ്ക് ആണ് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ദിസ് ഈസ് മൈ ഒലിവ് മരം. ആക്ച്വലി അത് ചത്തുപോയി, പക്ഷേ അതിൻ്റെ കടക്കൊന്ന് ജീവിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഇങ്ങനെ നിർത്തിയേക്കാണ് ഞാൻ. ഇവിടെ നമുക്ക് ഈ ചെറിയ അരിക്കലാമ്പൊക്കെ ഇങ്ങനെ തൂക്കി, അത് സോളാറാട്ടോ. രാത്രി ആകുമ്പോൾ നല്ല വെളിച്ചം ഉണ്ടാവും ഇതിൽ. ഇപ്പോൾ ഇതാണേലും അപ്പോൾ ഒരു വിളക്ക് മരം പോലെ ഇതിങ്ങനെ നല്ല ഭംഗിയാണ് രാത്രി ആകുമ്പോൾ. ഇതെല്ലാം നല്ല തെളിഞ്ഞിരിക്കും. പിന്നെ ഇത് റോസസാണ്. ഡയാന്തസും
ഇതെൻ്റെ ഒരു പുതിയ ഡാലിയ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നട്ടതാണ്, യെല്ലോ ഡാലിയ. പക്ഷെ ഇവിടുത്തെ സ്ലഗ്സിന് ഇത് ഭയങ്കര സന്തോഷം തരുന്ന ചെടിയാണ്. പൂവിൻ്റെ മുകളിൽ കയറി ഇരുന്ന് തന്നെ തിന്നു കളയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനകത്തോട്ടൊരു പെസ്റ്റിസൈഡ് എന്ന് പറയാൻ പറ്റില്ല, ഇവരെ പേടിപ്പിച്ച് ഓടിക്കാനുള്ള ടൈപ്പിലുള്ള പെസ്റ്റിസൈഡ് എനിക്കുള്ളൂ. അതില്ലാതെ ഒരു രക്ഷയില്ല. പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ അതാണ് ഈ ബ്ലൂ പെറ്റൽസ് കാണുന്നില്ലേ, ഈ പെല്ലറ്റ്സ് ഇടുന്നത് അതാണ്. സ്ലഗ്സ് അതിൻ്റെ മീതെ വന്നിട്ട് അത് പൊയ്ക്കോളും. പിന്നെ 2 പ്രാവശ്യം ആയി കഴിയുമ്പോൾ അവർ പിന്നെ വരില്ല. ഇത് വേറൊരു ഡാലിയാണ് എൻ്റെ. നമ്മൾ ഈ പൂ ഉണങ്ങിയത് മുറിച്ച് കൊടുക്കണം, അപ്പോഴാണ് മറ്റ് പൂക്കൾക്ക് വിടാനായിട്ട് അവസരം ഉണ്ടാവുള്ളൂ. അതായത് പൈസ നമ്മൾ സ്ഥലം മാറി കൊടുക്കണം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ തന്നെ സ്ഥലം മാറ്റി കൊടുക്കണം ഈ പൂവുകൾക്ക്. പിന്നെ ഗ്ലാഡിയോല വേറൊരു കളറ്, അതും ഒരു നല്ല കളറാണ്, പീച്ച് കളറ്. ഇതൊക്കെ നല്ല ഡാർക്ക് റെഡ് റോസാണ്, വിരിയാൻ വെമ്പി നിൽക്കുന്നേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഫ്രണ്ട് ഗാർഡൻ. പിന്നെ ഇതാണ് നമ്മുടെ ഐറിസ് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഐറിസിൻ്റെ വകുപ്പിൽപ്പെട്ടത്, എക്സാക്റ്റ് ഐറിസ് അല്ല, പക്ഷെ പൂക്കൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മുടെ ഓർക്കിഡിൻ്റെ ഒക്കെ പോലെയാണ് അതിൻ്റെ ഇലയും കാര്യങ്ങളൊക്കെ. അതും തണുപ്പിനൊക്കെ അതിജീവിച്ച് ഇങ്ങനെ ജീവിച്ച് വന്നോളും. ഇതും വേറൊരു റെഡ് റോസാണ്. ഇതും വാസനയില്ല, പക്ഷേ ഇവിടെ വാസനയുള്ള 2 പൂവേ ഉള്ളൂ എനിക്ക്. ഞാൻ കഴിഞ്ഞ കൊല്ലം നിങ്ങൾ കാണിച്ചായിരുന്നില്ല വൈനുണ്ടാക്കിയ, അതുണ്ടായി വരുന്നതേ ഉള്ളൂ ആ പൂവും. പിന്നെ ഇവിടെ ഒരു റെഡ് റോസ്, ഇതും അതിന് നല്ല വാസനയുണ്ട്. പിന്നെ വേറെ എന്താണ് നിങ്ങൾ കാണിക്കാനുള്ള, ഇതെൻ്റെ കുളം. അവിടെ ഒരു മീനേ ഉള്ളൂ, ബാക്കി മീനൊക്കെ നമ്മുടെ ഒരു ചെറിയ മുതലവിടെ കിടക്കുന്നതുണ്ടോ, അത് ജീവനുള്ളതല്ല കേട്ടോ, അതൊരു മെറ്റൽ സാധനമാണ്. പക്ഷെ അത് കരയ്ക്ക് വെച്ചത് വെള്ളത്തിലേക്ക് വീണ് പോയതാണ്. പിന്നെ ഒരു തവള ആർട്ടിഫിഷ്യലാണ്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഞാൻ പ്ലാസ്റ്റിക് ഒന്നും മേടിക്കാറില്ല. ഇത് 10-15 വർഷമുള്ള പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ഉപയോഗിക്കാതെ എങ്ങനെ ജീവിക്കാമെന്നും കൂടി ശീലിക്കുന്ന ഒരു സമയമാണിപ്പോൾ. അതുകൊണ്ട് ഇതൊരു പരിപാടിക്ക് ഉണ്ടാകുമ്പോൾ ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകേണ്ടി വരും. പക്ഷെ അതെനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് പ്ലാസ്റ്റിക് പ്ലേറ്റുകളൊന്നും ഡിസ്പോസിബിളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല ഇപ്പം. പിന്നെ എൻ്റെ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സാണിത്. ഇത് പെറ്റൂണിയ എന്ന് പറഞ്ഞ ചെടിയാണ്. ഇത് ഹാങ്ങിങ് ബാസ്ക്കറ്റ്സും. ഹായ് സാറായി, ഹായ് ചാലേ, ഹലോ, where you going? Good climate today, huh? I'm walking down. Yes. See you. അത് ഞങ്ങളുടെ അയൽക്കാരിയാട്ടോ. ഇത് പിന്നെ ഇത് വേറെ കുറച്ച് ചെടികൾ. എൻ്റെ ഫ്ലോ വിട്ടുപോയി, കുഴപ്പമില്ല. പിന്നെ ഹാങ്ങിങ് ബാസ്ക്കറ്റ്സ് ഞാൻ കാണിച്ചുല്ലോ. ഇതൊക്കെ ഏത് കാലാവസ്ഥയിൽ ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മരച്ചെടിയാണ് കേട്ടോ. അതും ഒരു ചെറിയ വെള്ളപ്പൂവും കൂടി ഉണ്ടാവും. പക്ഷേ ഇത് തണുപ്പത്തും മഴയത്തും വെയിലത്തും ഒക്കെ നിന്നോളും. അത് കാരണം അത് 2 ഇവിടെ നട്ടിട്ടുണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ് വെട്ടിയുണ്ടായാൽ പിന്നെയും ഉണ്ടാവും. ഇതാണ് ഞങ്ങളുടെ വീട്. ഓക്കെ. പിന്നെ ഇതൊരു ചെറിയ വാട്ടർ ഫീച്ചറാണ്. അത് വെള്ളം അതിൽ തന്നെ ഉണ്ട്. അത് റീസൈക്കിൾ ചെയ്തിട്ട് കുഞ്ഞൊരു പമ്പ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ആ പമ്പ് വഴി വെള്ളം വീണ്ടും അതിലേക്ക് വരും, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കൊരു വെള്ളം വീണ ശബ്ദമൊക്കെ എനിക്കിഷ്ടമാണ്. അപ്പോൾ അതിങ്ങനെ ഗാർഡനിലൊക്കെ വരുമ്പോൾ നമുക്ക് ശബ്ദമൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റും. ഇത് ഞങ്ങളുടെ വീടിൻ്റെ 2 കാവൽക്കാർ, 2 സിംഹമാണ്. കോൺക്രീറ്റിലുണ്ടാക്കിയതാണ് കേട്ടോ. ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചി ഞങ്ങൾക്ക് തന്നിട്ട്, മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ മക്കൾ ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് പോയതാണ്. ഇനി നമുക്ക് അകത്തെ ഇൻഡോർ പ്ലാന്റ്സിലേക്ക് പോകാം. ഓക്കെ. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതകത്ത് നന്നായിട്ട് ഉണ്ടായിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അത് ഞങ്ങളുടെ അക്വേറിയം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഫിൽറ്റർ മാറിയാൽ മതി. അതൊക്കെ ബ്ലസ്സിനായിട്ടും വളരെ ഭംഗിയായിട്ട് ചെയ്ത് അത് വളരെ ക്ലിയറായിട്ട് ഇരിപ്പുണ്ട്. ഈ മീനുകളുടെ കാര്യം അറിയാം, അവർക്ക് ഭക്ഷണം കഴിച്ച ഓർമ്മയുണ്ടാവില്ല. എപ്പോൾ നമ്മൾ കണ്ടാലും ഇതിൻ്റെ അടുത്തേക്ക് വരും. പക്ഷെ അങ്ങനെ എപ്പോഴും ഇട്ട് കൊടുക്കരുത്, കാര്യങ്ങൾ ചത്തുപോകും. ഓർമ്മയില്ലാത്ത ജീവിയാണ് മീൻ. അതുകൊണ്ട് മീൻ ഭക്ഷണം കഴിച്ച കാര്യം മറന്നു പോകും, പിന്നെയും വന്ന് കഴിക്കും. ഓക്കെ. ഇതൊരു സ്ട്രോ ഫ്ലവർ എന്ന് ഞാൻ പേരിട്ടിരിക്കുന്നത്. അതല്ലാട്ട് ഇതിൻ്റെ പേര് ബ്രാസിറ്റാന്ത സംതിങ്, ഇതാണ് പേര്. ഈ പൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഉണങ്ങാത്ത, ഒരിക്കലും വാടാത്ത പൂ മേടിക്കില്ല. അതുപോലത്തെ ഒരു ഡ്രൈ ടൈപ്പ് ഫ്ലവറാണ് ഇത് ഉണ്ടാവുന്നത്. ചെടി പച്ചയാട്ടോ, പ്ലാസ്റ്റിക് അല്ല. പിന്നെ ഇത് നമ്മുടെ അന്തേറിയം. എൻ്റെ മോള് ബർത്ത്ഡേക്ക് കൂടെ തന്നതാണ്. അത് നന്നായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ മണി ട്രീ എന്ന് പറയും കേട്ടോ. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ്. അത് ഓക്സിജനൊക്കെ തരുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇൻഡോറിൽ വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത നല്ല ഫ്രഷ് എയർ കിട്ടാൻ സഹായിക്കുന്ന ചെടികൾ എന്നാണ് പറയുന്നത്.
ഇത് കറ്റാർ വാഴ. ഇതൊന്നും അല്ലാട്ട് എൻ്റെ മുടിയുടെ രഹസ്യം. വല്ലപ്പോഴൊക്കെ ഞാൻ ഇത് ഉപയോഗിക്കാറുള്ളൂ. അത് എൻ്റെ ചാനലിൽ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ ഇൻഡോർ ഗാർഡൻസ്. ഇത് ടെറേറിയം എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ കടയിലൊക്കെ വാങ്ങാൻ കിട്ടും എക്കോ സിസ്റ്റം, ഒരു ഇൻഡോർ എക്കോ സിസ്റ്റമാണ്. ഈ ഗ്ലാസ് ജാറിൻ്റെ അകത്ത് കുറച്ച് മോസും കുറച്ച് ചെടികളും ഒക്കെ വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിപ്പോൾ 2 ആഴ്ചയായി, നന്നായിട്ട് വരുന്നുണ്ട്. ഞാനൊരു ട്രയൽ ആയിരുന്നു അത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉണ്ടാക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. ഇതിൻ്റെ അകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഇതിന് കെയറൊന്നും കൊടുക്കണ്ട. 2 ആഴ്ച അല്ലെങ്കിൽ മാസത്തിൽ 1 പ്രാവശ്യമൊക്കെ ഇതിന് ഇച്ചിരി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ടൂ മച്ച് സണ്ണിൽ വെക്കരുത്. ഇടയ്ക്കൊരു അകത്തേക്കുള്ള വെളിച്ചം അങ്ങനെ വന്നാൽ അത് മതി ജീവിക്കാനായിട്ട്. അങ്ങനെ ഞാനൊരു 3-4 എണ്ണം ഉണ്ടാക്കി. അപ്പോൾ ഉണ്ടാക്കിയതെല്ലാം നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. ഇത് ആക്ച്വലി റീസൈക്ലിംഗ് ആണ്. നമ്മൾ ക്യാൻഡിലൊക്കെ വാങ്ങുന്ന ബോട്ടിൽ റീസൈക്കിൾ ചെയ്യുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ടെറേറിയത്തിലെ എല്ലാ ചെടികളും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരു നാച്ചുറൽ ഒരു എക്കോസിസ്റ്റത്തിൽ അവർ ജീവിച്ചു പോകുന്നു. ഇതും ഞാൻ ഉണ്ടാക്കിയതാണ്. ഇനി നിങ്ങളെ എനിക്ക് കാണിക്കേണ്ടത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ ഡ്രൈ ഫ്ലവേഴ്സ്, ഇത് നമ്മുടെ ലവണ്ടർ, ഇത് ഡ്രൈ ആണ്, ഇത് വെട്ടി വെച്ചിരിക്കുന്നതാണ്. അതുപോലെ ആ മറ്റേ ഡ്രൈ ഫ്ലവർ അത് ഞാൻ വെട്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ശ്രമിച്ച് നോക്കണം. വെട്ടി വെച്ചാൽ ഇതെന്നും ഇങ്ങനെ കുറേ കാലം ജീവിക്കും എന്നുള്ളത് അറിയണമല്ലോ. അപ്പോൾ ഓരോന്നൊക്കെ ചെയ്താലല്ലേ പിന്നെ അടുത്ത ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഞങ്ങളുടെ ലവണ്ടർ ഞാൻ വെട്ടി വെച്ചിരിക്കുന്നത്. അതിപ്പോൾ ഒരു കുറേ നാളായിട്ടോ വെച്ചിട്ട്, അത് നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിലെ ചില കാര്യങ്ങൾ. ഇനിയും എൻ്റെ ബാക്ക് ഗാർഡൻ കാണിക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടല്ലോ, പൂക്കളൊക്കെ കണ്ടു ഇഷ്ടപ്പെട്ടോ? ഓരോ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുക. ആ പൂക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഭംഗി കണ്ട് നമുക്ക് ആസ്വദിക്കാം. അത് വീഡിയോ എടുത്തിടുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയ്ക്ക് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. വെജിറ്റബിൾസിനെ കുറിച്ച് ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് എൻ്റെ ഹൈഡ്രാഞ്ചിയ. Okay then, bye bye for today. See you soon. Bye bye.